ഹൃദയം പൊട്ടി നിൽക്കുന്ന ഒരു വേദനയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു വേദന, നെഞ്ചിലൊക്കെ ഒരു കനം വരുന്ന പോലുള്ള വേദന, തലയൊക്കെ കണ്ടവാനം ചൂടാവുന്ന പോലെ ഒരു തോന്നല്. അപ്പൊ ഈ ഒരു വേദനയുള്ള സമയത്ത് നമുക്ക് തോന്നും ജീവിതത്തിൽ ഇനി ഒരിക്കലും എനിക്ക് സന്തോഷം ഉണ്ടാവില്ല, എല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു. ഇങ്ങനെ തോന്നുന്ന ഒരു സാഹചര്യം എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത്തരത്തിലൊരു സിറ്റുവേഷൻ ഉണ്ടാകും, അതായത് ഹൃദയം പൊട്ടുന്ന വേദനയുള്ളപ്പോൾ എൻ്റെ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു, എനിക്കിനി ഒരു നല്ല കാലമില്ല എന്ന തോന്നൽ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എങ്ങനെ നമ്മളെ ഹീൽ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നമ്മളതിനെ അതിജീവിക്കണമെന്നും എങ്ങനെ മുൻപോട്ട് പോകണമെന്നും, അതിനുശേഷം നിർത്താൻ പറ്റാത്ത അൺസ്റ്റോപ്പബിൾ പേഴ്സൺ ആയിട്ട് മാറി സക്സസ്ഫുൾ ആയി മുൻപോട്ട് എങ്ങനെ പോകണമെന്നുമാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ 1 എന്ന വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു സാഹചര്യത്തിൽ എല്ലാം അവസാനിച്ചു, ഇനി മുൻപോട്ടൊരു യാത്രയില്ല, എനിക്കിനി സന്തോഷമില്ല എന്ന് തോന്നുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്പർ 1, ഗീവ് യുവർ സെൽഫ് ടൈം ടു ഹീൽ. നമുക്ക് സമയം കൊടുക്കണം. കാര്യം നമ്മൾ കുറേ നാൾ ശക്തമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോയി, ഹൃദയം പൊട്ടിയ വേദനയോടെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ പണ്ട് ചെയ്തപോലെ എനിക്ക് ഇന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഓർത്താൽ കൂടുതൽ വിഷമം വരും. നമുക്ക് സമയം കൊടുക്കണം സുഹൃത്തെ. നമ്മളൊന്ന് തിരിച്ച് ബാക്കിലേക്ക് വരാനായിട്ട്, അല്ലെങ്കിൽ ശക്തമായി വീണ്ടും വരാനായിട്ട് നമുക്ക് ഇച്ചിരി സമയം കൊടുക്കാം. അതിൽ നിങ്ങൾ റഷ് കാണിക്കണ്ട, അതായത് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യണ്ട. മറിച്ച് ആ ഒരു വേദന ഒന്ന് കുറയാനായിട്ടുള്ള സമയം, നമ്മുടെ കൈ മുറിഞ്ഞാൽ ഇപ്പൊ തന്നെ ഉണങ്ങണം എന്നാണോ? എല്ലാം അത് ഉണങ്ങാനുള്ള സമയം നമ്മൾ കൊടുക്കില്ലേ? ഇല്ലേ? ഇനി എല്ലാം നമ്മുടെ വണ്ടി കേടായി, വണ്ടിയിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പണി നടക്കുകയാണ്, അത് ആ പണി നടക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് ഓടിക്കണം എന്നാണ്, അത് വർക്ക് ചെയ്തൊന്ന് റിപ്പയർഡ് ആവണ്ടേ? ഇതേപോലെ നമുക്ക് നമ്മളെ ഹീൽ ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം കൊടുക്കുക. അങ്ങനെ സമയം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു മരുന്നാണ്. എല്ലാവിധ വിഷമങ്ങൾക്കും എല്ലാവിധ സങ്കടങ്ങൾക്കും ഒക്കെ ഉള്ളൊരു മരുന്നാണ്, മെഡിസിനാണ് സമയം. സമയത്തിന് ഒരിക്കലും എന്താ പറയുക, ഒരു പ്രശ്നത്തെയും കവർ ചെയ്യാൻ പറ്റാത്തതില്ല, എന്ത് പ്രശ്നത്തെയും കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് സമയത്തിന് ഉണക്കാൻ കഴിയാത്ത മുറിവുകളില്ല എന്നൊക്കെ പറയുന്നത്. സോ ഗിവ് യുവർ സെൽഫ് ടൈം. നിങ്ങൾ അത്തരത്തിലൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ അത് പറയാം, ഐ വിൽ ഗീവ് ടൈം ടു മൈ സെൽഫ്. IT എന്ന വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ITM, ഞാൻ എനിക്ക് സമയം കൊടുക്കും. ഇനി അതിനെക്കുറിച്ച് ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആവില്ല, എന്താ ഞാൻ ഇങ്ങനെ ഓർത്ത് വിഷമിക്കില്ല, മറിച്ച് ഞാൻ എനിക്ക് സമയം കൊടുക്കും, എനിക്കറിയാം ഈ സമയവും കടന്നു പോകുമെന്ന്. 2, ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. അതിനുശേഷം ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന്റെ കൺട്രോൾ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ ഹൃദയം പൊട്ടുന്ന വേദന ഉണ്ടാവുന്നത് ഔട്ട്സൈഡിൽ നിന്നായിരിക്കും, അല്ലെ? അതായത് നമ്മൾ പ്രതീക്ഷിച്ച ചില ആളുകൾ നമ്മളോട് മോശമായി പെരുമാറുമ്പോൾ, അല്ലെങ്കിൽ നമ്മളോടൊപ്പം ജീവിതകാലം മുഴുവൻ കാണുമെന്ന് വിചാരിച്ച വ്യക്തി നമ്മളെ വേണ്ട എന്ന് പറഞ്ഞ് യാത്രയാകുമ്പോൾ, അതല്ലെങ്കിൽ നമ്മളോട് ഒപ്പമുള്ള വ്യക്തി നമ്മളുടെ അടുത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെരുമാറിക്കൊണ്ടേയിരിക്കുമ്പോൾ, ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണല്ലോ നമ്മുടെ ഹൃദയം പൊട്ടണത്. അതല്ലെങ്കിൽ വലിയ സ്വപ്നങ്ങളോടുകൂടി ഒരു ബിസിനസ് സ്ഥാപനം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് എല്ലാം പൊളിഞ്ഞു പോകുന്ന സമയത്ത്, ഈ സമയത്ത് ഹൃദയം പൊട്ടും. നമ്മുടെ വേണ്ടപ്പെട്ട പല ആൾക്കാരുടെയും മരണം ഹൃദയം പൊട്ടുന്ന ഒരു സിറ്റുവേഷനാണ്. അല്ലെങ്കിൽ നമ്മൾ വളരെ ശക്തമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് പറ്റി ഹൃദയവേദന ഉണ്ടാവും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് സമയം കൊടുത്ത് അത് കറക്റ്റ് ചെയ്തതിനു ശേഷം ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിന്റെ കൺട്രോൾ തിരിച്ചു പിടിക്കുക. ഞാനൊരു വീഡിയോ കണ്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അതിലെങ്ങനെയാന്ന് വെച്ചാൽ ഒരു കഴുത ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കഴുത സാധാരണ എന്ത് ചെയ്യുന്ന വെച്ചാൽ, കഴുതയുടെ ഉടമസ്ഥ വന്നിട്ട് അതിന്റെ കഴുത്തിലേക്ക് ഒരു കയറുള്ള സാധനം ഇടും, അതിനുശേഷം ആ കയറ് പിടിച്ച് വലിച്ചുകൊണ്ട് പോകും. പക്ഷെ ആ വീഡിയോയിൽ ഇങ്ങനെയാണ്, ആക്ച്വലി ഇവിടെ കയറുകളിലൊന്നുമില്ല. ഈ ഉടമസ്ഥ വന്ന് വെറുതെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ്, കഴുത പുറകെ പോവാണ്. കാര്യം കഴുത മനസ്സുകൊണ്ട് ആ കയറിട്ട് കഴിഞ്ഞു. നമ്മൾ ഇതുപോലെ മനസ്സുകൊണ്ട് പലർക്കും കയറിട്ടുകൊണ്ടുള്ള പ്രശ്നം, ശരിക്കും അവിടെ ഒരു കയറില്ല, നമ്മളാണ് ആ കയറ് കൊടുത്തിരിക്കുന്നത്. അത് തിരിച്ചു പിടിക്കുക. ടേക്ക് ബാക്ക് ദ കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിന്റെ പൂർണ്ണമായ കൺട്രോള് നിങ്ങളുടെ കയ്യില, വേറെ ആരുടെയും കയ്യിലല്ല. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവനവന്റെ കൺട്രോൾ തിരിച്ചു പിടിക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഡു ദിസ്. നമ്മുടെ ജീവിതത്തിന്റെ കൺട്രോള് തിരിച്ച് പിടിച്ചേ മതിയാവൂ. എങ്കിലേ നമ്മുടെ നഷ്ടപ്പെട്ട ഐഡന്റിറ്റിയെ നമുക്ക് റീബിൽഡ് ചെയ്യാൻ കഴിയൂ, വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ. ഉണ്ടാക്കിയെടുത്താൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് ആ ഹൃദയത്തിൽ ഉണക്കൽ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ കൂടുതൽ കരുത്തോടുകൂടി മുൻപോട്ട് പോകാൻ കഴിയും. 3, ടേൺ പെയിൻ ഇൻ ടു പവർ. നിങ്ങൾക്കുണ്ടായ വേദന, നിങ്ങൾക്കുണ്ടായ ഒരു, നമ്മുടെ സിനിമയിൽ വെള്ള സിനിമ പറഞ്ഞില്ല, ഇൻസൾട്ട് ആണ് മുരളി ഏറ്റവും ശക്തമായിട്ടുള്ള ഇത്, അല്ലെ? ഇൻസൾട്ടിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടാ? ഇൻസൾട്ട് അത്ര ഹൃദയം പൊട്ടിക്കണോണ്ടാ, അല്ലെ? അപ്പൊ നമുക്കുണ്ടായ വേദനയെ എങ്ങനെ നമ്മുടെ പവറാക്കി മാറ്റാം, ഇത് നമ്മൾ ഓരോരുത്തരും അവനവന് വേണ്ടി ഡിസൈൻ ചെയ്യണം. നമ്മുടെ ആ വേദന എങ്ങനെ പവറാക്കാം. ഇപ്പൊ എനിക്കൊരു വേദന വന്നാൽ ഒരുപക്ഷെ 10 പേരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൊടുക്കുമ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യും, എനിക്ക് ആ വേദന അങ്ങോട്ട് മാറും, വേദനയെ മറക്കും. കാരണം അതാണ് എൻ്റെ രീതി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്താ രീതി കണ്ടുപിടിക്കുക.
നിങ്ങൾക്ക് ആ വേദന വരുമ്പോൾ ഇറങ്ങി ഓടുമ്പോഴാണോ മാറണേ? ഓട്. ചാടുമ്പോഴാണോ? ചാട്. പാടുമ്പോഴാണോ? പാട്. ആ വേദനയെ പവറാക്കണം. ഇല്ലെങ്കിൽ എന്തൊരുന്നറിയോ, ആ വേദന നമ്മളെ കീഴ്പ്പെടുത്തി ഒരു മൂലയ്ക്ക് ഇരുത്തും. ആ മൂലയ്ക്ക് ഇരുത്താൻ സമ്മതിക്കാതെ ആ വേദന എന്ന വികാരത്തിന്റെ ആ ഒരു ഫ്യൂവൽ എടുത്തുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യാനായി ഉപയോഗിക്കുക. അതായത് ഇത് ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു വേദന എന്ന് പറയുന്ന ആ സമയത്തുള്ള ഇൻവിസിബിൾ ആയിട്ടുള്ള ആ ഒരു എനർജി ഉണ്ടല്ലേ, ആ എനർജിയെ ഉപയോഗിച്ചുകൊണ്ട് പോസിറ്റീവായ പ്രൊഡക്റ്റീവായ ഒരു കാര്യം ചെയ്യാൻ തയ്യാറാവുക. അപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ തീ എന്ന് പറയണമെന്ന് ഇരിക്കട്ടെ. തീ 2 പേരുടെ കൈ കിട്ടണം. ആദ്യം കിട്ടുന്ന ആൾ എന്ത് ചെയ്യുന്നു? തീ വെച്ച് ഭക്ഷണം ഉണ്ടാക്കി കുറെ പേർക്ക് കൊടുക്കണം. മറ്റേ ആൾ എന്ത് ചെയ്യുന്നു? ആ തീ വെച്ചിട്ട് ഒരാൾ വീട് കത്തിക്കണം. ഇതിൽ ഒരാൾ എന്ത് ചെയ്യുന്നു? പ്രൊഡക്റ്റീവ്. മറ്റേ ആൾ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രക്റ്റീവ്. ഇതേപോലെ തീ തന്നെയാണല്ലേ എന്ന് പറഞ്ഞ പോലെ ആ വേദനയിൽ നിന്നുണ്ടാകുന്ന എനർജി തന്നെയാണ്. ആ എനർജിയെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാൻ തയ്യാറാവുക. നിങ്ങൾ റെഡി ആണെങ്കിൽ ഐ ആം റെഡി എന്നർത്ഥം വരുന്ന രീതിയിൽ IR എന്ന വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. കാരണം ഇത് ചെയ്യണം, കമന്റ് ചെയ്യണം. കാരണം എന്തുകൊണ്ടെന്ന് അറിയോ, നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ തലച്ചോറ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറാവും. പിന്നെ നമ്മളുടെ ശരീരം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യണം IR എന്ന്. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഈ കാര്യങ്ങൾ തലച്ചോറിലേക്ക് ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ ഗുണകരമായി മാറുകയും ചെയ്യും. 4, ഫൈൻഡ് എ ന്യൂ ഡയറക്ഷൻ. കാരണം നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് പണ്ട് നമ്മൾ പോയ ചില വഴികളുണ്ട്. ആ വഴികളിൽ കൂടെ പോകുമ്പോൾ നമ്മളുടെ ഹാർട്ട് ബ്രേക്ക് ചെയ്ത് ആ വഴി കൂടെ പോയപ്പോഴാണ്. അപ്പൊ നമുക്കൊരു മാർഗം എന്ന് വെച്ചാൽ ഡയറക്ഷൻ ഒന്ന് മാറ്റാം. എന്നുവെച്ചാൽ അന്ന് കണ്ട ആ കാര്യങ്ങളെല്ലാം മറന്ന് വേറെ കംപ്ലീറ്റ് അങ്ങനെ പോകണമെന്നല്ല, മറിച്ച് അന്ന് പോയ രീതി, അന്ന് പോയ ഭാവം, അന്ന് പോയ കാര്യങ്ങൾ അതിന് പകരം കുറച്ചുകൂടെ മികച്ച രീതിയിലുള്ള ഒരു ഡയറക്ഷൻ കണ്ടെത്തി നമുക്ക് മുൻപോട്ട് നമ്മുടെ എനർജിയെ ഒരു പോസിറ്റീവായ ഗോളിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ശക്തമായി തന്നെ മുൻപോട്ട് പോകാം. ഈ ഒരു ചേഞ്ച് ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു യാത്രയ്ക്ക് പോണ സമയത്ത് നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് കൃത്യ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയുള്ള ഡയറക്ഷൻ സെറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇത്തരത്തിലൊരു ഗൂഗിൾ മാപ്പ് നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ഈ മാപ്പ് ആര് തന്നെ ഉണ്ടാക്കണം? നമ്മൾ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ഒരു വഴി കൂടെ പോകാൻ പറ്റിയില്ല എന്ത് ചെയ്യണം? അടുത്ത വഴി കണ്ടെത്തിയിട്ട് ലക്ഷ്യത്തിൽ പോകണമെന്ന്. അപ്പൊ പുതിയ ഡയറക്ഷൻ സെറ്റ് ചെയ്യുക, ലക്ഷ്യത്തിലേക്ക് മൂവ് ചെയ്യാൻ തയ്യാറാവുക. 5, ക്രിയേറ്റ് പേഴ്സണൽ ഗോൾസ്. നിങ്ങളുടെ ജീവിതത്തിന് പേഴ്സണൽ ആയിട്ടുള്ള കൃത്യമായ ഗോൾ സെറ്റ് ചെയ്യുക. ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് 5 ദിവസം ഉള്ള ഒരു വർക്ക്ഷോപ്പ് നമ്മൾ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഇട്ടിട്ടുണ്ട്. അതിൽ കൃത്യമായി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഗോൾ സെറ്റ് ചെയ്യാനും അച്ചീവ് ചെയ്യാനും എന്തൊക്കെ ചെയ്യണം, ഒരു ആഗ്രഹത്തെ സ്വപ്നം എങ്ങനെയാക്കാം, സ്വപ്നത്തെ ലക്ഷ്യം എങ്ങനെയാക്കാം, ലക്ഷ്യത്തെ എങ്ങനെ മാഗ്നറ്റിക് കാന്തികമായ ലക്ഷ്യമാക്കി മാറ്റാം, അതിനെക്കുറിച്ചാണ് ആ വർക്ക്ഷോപ്പിൽ പറയുന്നത്. അത് വെറുതെ ഒരു വർക്ക്ഷോപ്പ്, ഒരു മോട്ടിവേഷണൽ വർക്ക്ഷോപ്പ് അല്ല, മറിച്ച് കൃത്യമായി ഗോൾ സെറ്റിങ്ങിന്റെ സയൻസും അതിന്റെ പ്രോസസ്സും സിസ്റ്റവും റോഡ് മാപ്പും ഒക്കെ അടങ്ങുന്ന വർക്ക്ഷോപ്പാണ്. കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാനത് അപ്ലൈ ചെയ്തിട്ടാണ് യൂട്യൂബിൽ ഇത്രയും വ്യൂസ് ഉണ്ടാക്കിയതാണെങ്കിലും അതിൽ സിൽവർ ബട്ടൺ അടിച്ചാണെങ്കിലും അതുപോലെ ഒരു പ്രീമിയം കാർ വാങ്ങിച്ചതാണെങ്കിലും കൂടാതെ ഒരുപാട് ആളുകളുടെ ഫ്രണ്ടിൽ പ്രസംഗിക്കുന്ന ഒരു ട്രെയിനറായി മാറിയത്, ഇതെല്ലാം തന്നെ എൻ്റെ ഗോൾ സെറ്റിംഗ് പ്രോസസ്സിലൂടെയാണ്. പഠിപ്പിച്ചു കൊടുത്ത ഒരുപാട് ആൾക്കാർക്ക് ആ ഗോൾ സെറ്റിങ്ങിലൂടെ അവരുടെ ലൈഫിൽ സക്സസ് ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. താങ്കളുടെ ജീവിതത്തെ സീരിയസ് ആയി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഹാർട്ട് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻ തന്നെ ഇരുന്നാൽ മതി എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ താങ്കൾക്കുള്ളതല്ല ഈ വർക്ക്ഷോപ്പ്. അതല്ല, ഇതിവിടെ നിന്ന് മാറി കരുത്തമായി മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താങ്കൾക്കുള്ളതാണ് ഈ വർക്ക്ഷോപ്പ്. ഈ ഒരു വർക്ക്ഷോപ്പ് 5 ദിവസത്തെ ചലഞ്ചാണ്. 5 ദിവസം കൃത്യമായി കേൾക്കുക, അതിൽ പറയുന്ന കാര്യങ്ങൾ എഴുതി തയ്യാറാക്കുക. ഞാനൊരു മിഷനിൽ തന്നെയാണ് 1,00,000 ആളുകളുടെ ജീവിതത്തിൽ കൃത്യമായി ഗോൾ സെറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന വലിയൊരു മിഷനിലാണ് ഞാനിപ്പോൾ എൻഗേജ്ഡ് ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ വർക്ക്ഷോപ്പ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. ഇതിന് കോസ്റ്റ് വരുന്നത് 999 ആണ്. 3000 രൂപ വാല്യൂ ഉള്ള വർക്ക്ഷോപ്പ് 999 ഓഫറിൽ നിങ്ങൾക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ കഴിയും. ലൈഫിനെ കൺവേർട്ട് ചെയ്യുന്ന, ട്രാൻസ്ഫോം ചെയ്യുന്ന ഈ വർക്ക്ഷോപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ലൈഫിലെ ഈ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻ കവർ ചെയ്ത് സ്ട്രോങ് ഹാർട്ടോടുകൂടി നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യും. സോ ഡു ദാറ്റ്. നിങ്ങൾ റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ കമന്റ് ബോക്സിൽ ഞാൻ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് കൊടുക്കാം, കൂടാതെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ആ ലിങ്ക് കൊടുക്കാം. ഓക്കെ, ആൻഡ് ഫൈനലി 6, അട്രാക്ട് ബെറ്റർ ബിക്കമിങ് ബെറ്റർ. അതായത് ഒരു 2 ദിവസം കഴിയാൻ നേരത്തെ എടാ ഞാൻ ആ വിഷമിച്ചിരുന്ന സിറ്റുവേഷനേക്കാളും എടുക്കാനായല്ലോ, ഇതൊക്കെ പോരെ എന്ന് ചിന്തിക്കാതെ അവിടെ നിന്ന് ഇനി അടുത്ത ലെവൽ എങ്ങനെ ബെറ്റർ ആവാം, അവിടെ എത്തിയാലോ അവിടെ നിന്ന് ഇനിയും ബെറ്റർ എങ്ങനെ ആവാം, ഇത്തരത്തിലൊരു പ്ലാനിങ് വേണം. അതായത് ഇന്നലത്തെ എന്നേക്കാൾ മികച്ച ആളായിരിക്കും ഇന്നത്തെ എന്നേക്കാൾ മികച്ച ആളായിരിക്കും നാളത്തെ ഞാൻ, അതിന്റെ അപ്പുറത്തെ മികച്ച ആളായിരിക്കും മറ്റന്നാളത്തെ ഞാൻ. ആ രീതിയിൽ ഒരു സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് കൂടുതൽ ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ എഫേർട്ട് എടുക്കുക. കാരണം നിങ്ങൾ ബെറ്റർ ആകുമ്പോൾ നിങ്ങൾ കൂടുതൽ അട്രാക്റ്റീവ് ആവും. നിങ്ങൾ കൂടുതൽ അട്രാക്റ്റീവ് ആകുമ്പോൾ ബാഡ് എക്സ്പീരിയൻസ് മാറിയിട്ട് പോസിറ്റീവായ എക്സ്പീരിയൻസുകൾ ലൈഫിലേക്ക് വരാൻ തുടങ്ങും. നിങ്ങൾ തന്നെ ഒരു മാഗ്നറ്റിക് പേഴ്സണായി മാറും. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് എങ്ങനെ ഒരു വ്യക്തിക്ക് മാഗ്നറ്റിക് പേഴ്സണായി മാറാം. ആ പുസ്തകം ഈ വർഷം തന്നെ ഇറക്കും. ആ
പുസ്തകം ഇറക്കാൻ വേണ്ടിയുള്ള വർക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ലോകത്തുള്ള ഒരുപാട് ആൾക്കാരെ മാഗ്നറ്റിക് പേഴ്സണാലിറ്റീസ് ആക്കാനായിരിക്കും ആ പുസ്തകം ഉപയോഗപ്രദമായി മാറുക. അതിന്റെ പ്രിൻസിപ്പിൾ നമ്പർ 1 ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നിങ്ങളെ കൂടുതൽ കൂടുതൽ ബെറ്റർ ആക്കി മാറ്റുക, കൂടുതൽ അട്രാക്റ്റീവായി മാറുക എന്നുള്ളത്. അത് തന്നെയാണ് നമ്മുടെ ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പിലും നമ്മുടെ ഗോളിനെ കൂടുതൽ 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 അട്രാക്റ്റീവ് ആക്കി മാഗ്നറ്റിക് ആക്കി മാറ്റുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളൊരു ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലൂടെ ആ ഗോളിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഗോൾ നമ്മളിലേക്ക് വന്ന് ഭവിക്കുകയാണ് ചെയ്യുന്നത്. എനിവേ, ഇപ്പൊ പറഞ്ഞ ഈ 6 കാര്യങ്ങൾ ലൈഫിലെ ആ പൊളിഞ്ഞിരിക്കുന്ന സിറ്റുവേഷനിൽ, അങ്ങനെയാണല്ലോ ഇപ്പൊ കോമൺലി പറയുന്നത്, പൊളിഞ്ഞിരിക്കുക, ഇങ്ങനെയൊക്കെയാണല്ലോ ഇപ്പൊ എല്ലാവരുടെ സംസാര ഭാഷ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഹൃദയം തകർന്നിരിക്കുന്ന സമയത്ത് തിരിച്ചു കയറി വരാൻ സഹായിക്കുന്നതാണ് നമ്പർ 1, നിങ്ങൾക്ക് സമയം കൊടുക്കുക ഹീൽഡ് ആവാൻ. നമ്പർ 2, നിങ്ങളുടെ ജീവിതത്തിന്റെ കൺട്രോൾ തിരിച്ചു പിടിക്കുക. നമ്പർ 3, വേദനയെ പവറാക്കി മാറ്റുക. നമ്പർ 4, പുതിയ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. നമ്പർ 5, കൃത്യമായ ഗോൾ സെറ്റ് ചെയ്യുക. നമ്പർ 6, നിങ്ങൾ കുറച്ചുകൂടി ബെറ്ററായി മാറുക. ഈ 6 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടു എന്ന് അർത്ഥം വരുന്നെങ്കിൽ ഐ എന്ന് കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്നൊന്ന് കമന്റ് ചെയ്തേക്കുക. ഓക്കെ, ഒന്ന് രസമല്ലേ? എത്ര പേര് ഇല്ല എന്ന് കമന്റ് ചെയ്തു, എത്ര പേര് ഐ എന്ന് കമന്റ് ചെയ്തു എന്ന് കാണാൻ ഒരു ആഗ്രഹം. സോ പ്ലീസ് ഡു ദാറ്റ്. തീർച്ചയായിട്ടും ഇതുള്ള വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാ ഹൃദയവേദനയും പെട്ടെന്ന് തന്നെ പമ്പ് കിടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ്. എൻ കെ സൈനിങ് ഓഫ്.